ഇനിയുള്ളത് സാർവത്രിക പ്രാർത്ഥനകൾ. അതെത്ര നേരം നീണ്ടു നിൽക്കും? സാർവത്രിക പ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും ജനങ്ങളോട് കൂടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ 6 പ്രാർത്ഥനകളാണ് ഉള്ളത്. 6 പ്രാർത്ഥനകളും വ്യത്യസ്തങ്ങളായ ഭാഷകളിലാണ് നടത്തപ്പെടുക. ആദ്യത്തെ പ്രാർത്ഥന തുടക്കം ഇറ്റാലിയൻ ഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. അതൊരു സാർവത്രികമായിട്ടുള്ള പൊതുവായിട്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരോടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത്, പ്രത്യേകിച്ച് മരിച്ചുപോയ മാർപ്പാപ്പമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ആദ്യത്തെ അഭ്യർത്ഥന പ്രാർത്ഥനയാണ് ഇപ്പോൾ മുഖ്യകാർമ്മികൻ നടത്തുക. മുഖ്യകാർമ്മികന്റെ ഈ പ്രാർത്ഥനയ്ക്ക് തുടക്കത്തിന് ശേഷം വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ ഓരോരോ വ്യക്തികൾ വന്ന് പ്രാർത്ഥന നടത്തുകയാണ്. ഓരോ പ്രാർത്ഥനയുടെയും അവസാനത്തിൽ സമൂഹം അതിന് മറുപടി പറയുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് ലത്തീൻ ഭാഷയിൽ ഒന്നിച്ച് പാടുന്ന ആ ഗാനത്തിൻ്റെ അർത്ഥം. ആദ്യത്തെ പ്രാർത്ഥന ഫ്രഞ്ച് ഭാഷയിലാണ്. Afin que le prince des pasteurs qui vit toujours pour intercéder en notre faveur l'accueille avec bonté dans son royaume de lumière et de paix. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയാണ് ആദ്യത്തെ പ്രാർത്ഥന നടത്തിയത്. അദ്ദേഹം സഭയുടെ ഇടയൻ എന്നുള്ള രീതിയിൽ സഭയെ ഭരിച്ച് ഇപ്പോൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് നിത്യശാന്തി നൽകട്ടെ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചത്. لكي تبقى أمينة لرسالتها وتكون خميرة تجدد في المسيح للعائلة البشرية. അറബിയിൽ നടത്തപ്പെട്ട ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചത് സഭയ്ക്ക് വേണ്ടിയാണ്. സഭ തന്റെ ദൗത്യം ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കുവാൻ ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു. Que praticando incansavelmente a justiça possam estar sempre unidos no amor fraterno e busquem incessantemente o caminho da paz. പോർച്ചുഗീസ് ഭാഷയിൽ നടത്തിയ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ അവർ നീതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുവാൻ ഇടയാകട്ടെ എന്നാണ്. I za tych wszystkich, którzy w Kościele głosili Ewangelię oraz pełnili posługę kapłańską. Niech dostąpią udziału w liturgii niebieskiej. പോളിഷ് ഭാഷയിൽ നടത്തിയ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി മരണമടഞ്ഞ എല്ലാ സഭാ നേതാക്കന്മാർക്ക് വേണ്ടിയും മാർപ്പാപ്പമാർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിച്ചു. dass sie in das Himmelreich eintreten dürfen. ജർമ്മൻ ഭാഷയിൽ നടത്തിയ ഈ പ്രാർത്ഥനയിൽ മരണമടഞ്ഞ എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ചൈനീസ് ഭാഷയിൽ നടത്തിയ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഈ വത്തിക്കാൻ ചതുരത്തിൽ വന്നുകൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. Ascolta noi che ti supplichiamo insieme con la Beata Vergine Maria e tutti i santi. Accogli nell'assemblea dei tuoi santi l'anima del tuo servo e nostro Papa Francesco, che ha confidato nella preghiera della Chiesa. Per Cristo nostro Signore. വിശ്വാസികളുടെ പ്രാർത്ഥന അവസാനിപ്പിച്ചുകൊണ്ട് കർദിനാൾ ബത്തിസ്ത റേ ഒരു അവസാന പ്രാർത്ഥന ചൊല്ലി എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ സമാപനം കുറിച്ചിരിക്കുകയാണ്. അടുത്ത വിശുദ്ധ കുർബാനയുടെ ഭാഗത്തേക്കായിട്ട് എല്ലാവരും ഇപ്പോൾ ഒരുങ്ങുകയായിരിക്കും. പ്രത്യേകിച്ച് കാഴ്ച സമർപ്പണ പ്രാർത്ഥനകളാണ് തുടർന്ന് നടത്തപ്പെടുക. ഈ പ്രാർത്ഥനയിൽ സാധാരണ ലത്തീൻ റീത്തിലുള്ള പ്രാർത്ഥനാ രീതി അനുസരിച്ച് അപ്പവും വീഞ്ഞും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിനെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥന നടത്തപ്പെടും. ഈ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം മുഴുവൻ ലോക രാഷ്ട്രങ്ങളുടെയും
ലോകസമാധാനത്തിൻ്റെയും അതുപോലെ എല്ലാ വിശ്വാസികളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തും. ഈ സമയം അൾത്താരയിൽ, പ്രധാന അൾത്താരയിൽ അപ്പവും വീഞ്ഞും ഒരുക്കുന്ന ആ ശുശ്രൂഷയാണ് ഡീക്കന്മാർ നടത്തുക. ആ ശുശ്രൂഷയിൽ ഭാഗവാക്കുകളാകുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഗായക സംഘം ലത്തീൻ ഭാഷയിൽ സമർപ്പണ ഗാനം ആലപിക്കുന്നു. പ്രധാന കാർമ്മികൻ ഈ സമയം യേശുവിൻ്റെ തിരുശരീരത്വങ്ങളായി മാറുന്ന അപ്പവും വീഞ്ഞും കാസയിലും പീലാസയിലും ഉയർത്തിക്കൊണ്ട് അൾത്താരയുടെ മധ്യത്തിൽ നിന്ന് കാഴ്ച സമർപ്പണ പ്രാർത്ഥന ചൊല്ലുകയാണ്. ഭൂമിയിൽ മനുഷ്യരുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട അപ്പവും വീഞ്ഞും പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളായി മാറുന്നു എന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയാണ് ഇപ്പോൾ നടത്തപ്പെടുക. ഗ്രിഗോറിയൻ ചാൻഡിങ് രീതിയിലുള്ള ലത്തീൻ ഭാഷയിലുള്ള സമർപ്പണ ഗാനം ഇപ്പോൾ ആലപിക്കപ്പെടുന്നു. അൾത്താരയിൽ അപ്പവും വീഞ്ഞും കാഴ്ചവെച്ചതിന് ശേഷം പ്രധാന കാർമ്മികൻ വിശുദ്ധ വസ്തുക്കളും അൾത്താരയും ക്രൂശിത രൂപവും ഇപ്പോൾ ധൂപിക്കുന്നു. എൺപത്തിയെട്ട് വർഷം നീണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതകാലത്ത് വളരെ ചെറുപ്പത്തിലെ വൈദികനായ അന്നു മുതൽ അദ്ദേഹം അർപ്പിച്ച വിശുദ്ധ ബലികളോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരത്തിൻ്റെ മുമ്പിൽ കർദിനാൾമാരുടെ ഡീനായിട്ടുള്ള കർദിനാൾ ജോവാന്നി ബത്തിസ്ത റേ ഇപ്പോൾ അൾത്താര ധൂപിച്ച് തിരുശരീരക്തങ്ങളായി മാറുന്ന അപ്പവും വീഞ്ഞും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് ഇപ്പോൾ ധൂപാർപ്പണം നടത്തിക്കഴിഞ്ഞു. തുടർന്ന് ഉള്ള ധൂപാർപ്പണം നടത്തുക ഡീക്കൻ ആണ്. ഡീക്കൻ ആദ്യം പ്രധാന കാർമ്മികൻ്റെ നേരെയും തുടർന്ന് ഇരുവശങ്ങളിലുമായിരിക്കുന്ന കർദിനാൾമാർ, മെത്രാപോലീത്താമാർ, മെത്രാന്മാർ, ലോകരാഷ്ട്ര നേതാക്കന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ തുടങ്ങിയ എല്ലാവരുടെയും നേരെ ധൂപം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സമർപ്പണ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഡീക്കൻ ഇപ്പോൾ ധൂപിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഉൾക്കൊള്ളുന്ന ശവമഞ്ചത്തിൽ ആണ്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പ്രധാന കാർമ്മികൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ഈ സമർപ്പണം ദൈവം സ്വീകരിക്കുമാറാകട്ടെ എന്ന്. വത്തിക്കാൻ ചതുരത്തിലും വിയ റെക്കൺസിലിയേഷനെയിലും തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിൻ്റെ ആ ഭാഗം നമ്മൾ കാണുമ്പോൾ 3 ലക്ഷം മനുഷ്യർ, വിശ്വാസികൾ ഇപ്പോൾ ഈ അൾത്താരയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. ut qui tue caritatis et pacis in humana familia fuit instrumentum et arum fructu constantis tuis perpetuo letarium mereatur per Christum Dominum nostrum. Amen.
Dominus വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ഭാഗത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുക. പ്രധാന കാർമ്മികന്റെ തലയിലിരിക്കുന്ന തൊപ്പിയെടുത്തു മാറ്റി ഇപ്പോൾ പ്രാർത്ഥനാ രൂപത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാ നിയോഗങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാന കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇപ്പോൾ പ്രധാന കാർമ്മികനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അവിടെ ആയിരിക്കുന്ന എല്ലാ കർദിനാൾമാരും, മെത്രാന്മാരും, മെത്രാപ്പൊലീത്താമാരും, വൈദികരും ഈ പ്രധാന കാർമ്മികനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥന ശുശ്രൂഷയിൽ പ്രത്യേകമായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് പങ്കുചേരും. Eterna in celis habitatio comparatur, et ideo cum angelis et archangelis, cum tronis et dominationibus, ഇപ്പോൾ നടക്കുന്ന പ്രാർത്ഥന cumque omni militia celestis exercitus, innum gloriae tuae സ്വർഗത്തിലെ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്ന വിശ്വാസിഗണം ഒന്നു ചേർന്ന് ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് സാങ്ക്തൂസ് 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 എന്ന് ലത്തീൻ ഭാഷയിൽ പാടിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുള്ളത്, സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും ഒന്നിച്ചു ചേർന്ന് ആലപിക്കുന്ന, പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുന്ന ആ ഒരു ശൈലിയിലാണ് ഗ്രിഗോറിയൻ ചാൻഡിങ് ആയിട്ട് ഈ സംഗീതം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു മാലാഖമാരുടെ ഗീതം എന്നുള്ള അർത്ഥത്തിൽ ഈ ഗാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.